തണുപ്പിച്ച ബിയർ തുറന്നു കുടിക്കുമ്പോൾ ലിഡ്ജിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ചുരുക്കം. ചെറിയ പല്ലുകൾ പോലെ ചുറ്റുമായി കാണുന്ന കട്ടുകൾ ഇവയാണ് റിഡ്ജുകൾ. അതിൽ പലപ്പോഴും 21 റിഡ്ജുകളാണ് കാണപ്പെടുന്നത്. ഇതൊരു യാദൃശ്ചിക സംഖ്യയാണ്. അതിന് പിന്നിലൊരു രസകരമായ ചരിത്രമുണ്ട്. 1892 അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനായ വില്യം പെയിന്ററാണ് ക്രൗൺ കോർക്ക് എന്ന അടപ്പ് രൂപകൽപ്പന ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ കമ്പനി ക്രൗൺ കോർക്ക് ആൻഡ് സീൽ ഇത് വ്യാപകമായി നിർമ്മിച്ച ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. ഗ്യാസ് അടങ്ങിയ പാനീയങ്ങൾ സുരക്ഷിതമായി അടയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആവശ്യമായിരുന്നു. അതിന്റെ ഫലമായാണ് ഇന്നത്തെ ക്രൗൺ ക്യാപ്പ് രൂപം വന്നത്. അടപ്പിലെ 21 റിഡ്ജുകൾ യാദൃശ്ചികമല്ല. കുപ്പിയുടെ വായിൽ ഒരേപോലെ സമ്മർദ്ദം വിതരണം ചെയ്യാനും കാർബണേഷൻ പുറത്തേക്ക് ചോർന്നു പോകാതിരിക്കാനും ഈ മടക്കങ്ങൾ സഹായിക്കുന്നു. അടിസ്ഥാനമാക്കി 21 എന്ന എണ്ണം ഏറ്റവും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതാണ്. ചിലർ 21 എന്ന സംഖ്യയെ നിയമപരമായ മദ്യപാന പ്രായവുമായി ബന്ധിപ്പിച്ച് കഥകൾ പറയാറുണ്ട്. എന്നാൽ അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. അടപ്പിന്റെ രൂപകൽപ്പന മദ്യപാന പ്രായ നിയമങ്ങളെക്കാൾ മുൻപേ തന്നെ നിലവിൽ വന്നതാണ്. ബിയർ കുപ്പി തുറക്കുമ്പോൾ അതിലെ ചെറിയ 21 റിഡ്ജുകൾ വെറും അലങ്കാരമല്ലെന്ന് ഓർക്കാം. പാനീയത്തിന്റെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തൊരു എഞ്ചിനീയറിംഗ് പരിഹാരമാണത്.